എന്തൊരു ബ്യൂട്ടിഫുൾ വ്യൂ അല്ലേ മേ? ആ അതെ അതെ, നല്ല ഭംഗി കാണാന്. കുട്ടുമോനെ മാറട്ടെ മാറുന്ന സൈഡിൽ നിന്ന്. അയ്യോ അമ്മണി എന്തേ? ശരിയാണല്ലോ, അവൾക്ക് കുറച്ചൊക്കെ ഇവിടെ നിൽപ്പുണ്ടായിരുന്നല്ലോ. അയ്യോ അമ്മ ചേച്ചി പോയി. എന്റെ ദൈവമേ, അമ്മണിയുടെ അമ്മ വന്നപ്പോലും എന്റെ കൂടെ. നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. അമ്മയെ നോക്കേണ്ട കടമ എനിക്ക്. അവൾ എവിടെ പോയി? അമ്മ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. നമ്മൾ ആ വഴിയല്ലേ ഇങ്ങോട്ട് വന്നത്. അവൾ അവിടെ നിൽപ്പുണ്ടോ? വാ പിള്ളേരെ, പെട്ടെന്ന് വാ നോക്കാം. അമ്മ ഓടി അമ്മ, അമ്മ ചേച്ചി എവിടെ നിൽക്കുന്നത്? എവിടെ എവിടെ അവിടെ നിൽക്കുന്നു? പെണ്ണിന്റെ അഹങ്കാരം കണ്ടോ? ആഹാ, നിങ്ങൾ എത്തി ഇങ്ങോട്ട്. അമ്മണി, നീ എന്താ അഹങ്കാരം കാണിച്ചത്? എന്താ ആന്റി? നീ ഞങ്ങളോട് വന്നിട്ട് നീ എന്തിനാണ് ഇവിടെ ഒറ്റയ്ക്കുന്നത്? ഞങ്ങളോട് പറയാതെ. പേടിച്ചു പോയില്ലേ നിന്നെ കാണാനിട്ട്? എടി അമ്മ, നീ ആളെ കൊള്ളാണ്ട്. നീ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നേ. നിങ്ങൾ എന്റെ ബാക്കി ഇരിക്കുന്ന എന്താ സംഭവം കണ്ടോ? എന്താ ചേച്ചത്? താരകഷ്ണം. താരകഷ്ണമൊന്നുമല്ല. എന്താ കളിയത് പറ? മുട്ട. അയ്യോ, ഇതെന്ത് മുട്ട ഇത്? നമ്മൾ കണ്ടിട്ടില്ലല്ലോ ഇത്ര വലിയ മുട്ട. ആനമുട്ട എന്തോന്ന്? ആനമുട്ട. പോടി, ആന മുട്ട ഇടാറില്ല. എന്നാണ് ഇത്? എന്താ മുട്ട ഇത്? ഞാൻ ഇത് നോക്കിക്കായിരുന്നു ഇവിടെ. ചിലപ്പോ വല്ല അനക്കൊണ്ടയുടെ മുട്ട തന്നെ ആയിരിക്കും. വാ നമുക്ക് പോകാം. അമ്മേ, നമുക്കിത് വീട്ടിൽ കൊണ്ടുപോകാം. എന്റെ പൊന്നു കുട്ടുവാനെ, നീ ഇനി അടുത്ത കൊല്ലാ കൊണ്ടാക്കി വെക്കല്ലേ. ഇതാണെങ്കിൽ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു മിക്കവാറും അനക്കൊണ്ടയുടെ മുട്ടയായിരിക്കും. ഇത്ര വലുതൊന്നും ഞാൻ കണ്ടിട്ടില്ല. ശരി ആന്റി, ഞാൻ ഇങ്ങനെ ടിവിക്കകത്ത് കണ്ടിട്ടുണ്ട് അനാക്കൊണ്ടയുടെ മുട്ട. വലിയത് ഇതുപോലത്തെ. എനിക്കും അത് തന്നെ ആയിരിക്കും. നല്ല രസമുണ്ട് കാണാനല്ലേ. അമ്മേ പ്ലീസ്, അമ്മേ വീട്ടിൽ കൊണ്ടുപോകാം നമുക്ക്. എന്താ പറയാ കുട്ടുവാനെ നീ? അനക്കൊണ്ടയുടെ മുട്ടയൊക്കെ അവിടെ കൊണ്ടുപോയിട്ട് നീ എന്റെ പെരുമ്പാമ്പിനെ വളർത്തുവോ? അല്ല, ഇത് അനാക്കൊണ്ടയുടെ അല്ല. അമ്മ, നമുക്കിത് വഴി വീട്ടിൽ കൊണ്ടുപോയി നോക്കാമായിരുന്നു. പിന്നെ അതൊന്നും നടക്കുന്ന കാര്യമല്ലേ. ഇതൊന്നും വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അയ്യോ, ഇത് റിസ്ക്കാ വീട്ടിൽ കൊണ്ടുവന്ന കാര്യം. ഈ കൊട്ടുമോന്റെ അഹങ്കാരം കണ്ടോ? കൊണ്ടുപോകാം. ഇപ്പൊ മുട്ട വിരിയുമ്പോഴത്തെ അനാക്കൊണ്ടാണെങ്കിൽ അത് കുഞ്ഞല്ലേ, നമ്മളൊന്നും ചെയ്യത്തില്ല അമ്മ അന്നേരം. അപ്പൊ നമുക്ക് അങ്ങോട്ടും കൊണ്ട് കളയുന്ന ആരെങ്കിലും വിളിച്ചിട്ട്. പിള്ളേര് പറഞ്ഞ അനുസരിക്കത്തില്ല. എന്നാ പിന്നെ എടുക്കുന്ന അത് നീ എടുത്ത് പിള്ളേരെ എന്റെ തലയിലോട്ട് വെച്ചാ ഞാൻ കൊണ്ട് കാറ വെക്കാം. ഞാനും അമ്മയും കൂടെ അമ്മയുടെ തലയിൽ വെച്ചു കൊടുക്കട്ടെ. അമ്മണി ദൈവമേ, ഇത് എങ്ങനെ പൊക്കും? ചേച്ചിമാര് താഴെയിട്ട് പൊട്ടിക്കട്ടെ. ഇന്നെ കൊടുക്കത്തെ വെയിറ്റ് പൊക്കാൻ വയ്യ. ആന്റി, ഞങ്ങൾ വിടട്ടെ? അയ്യോ, എന്തൊരു വെയിറ്റ് ആയിരുന്നില്ലേ. അത്ര വലിയ വെയിറ്റ് ഒന്നും ഇല്ല. ഹായ്, മുട്ടക്കുട്ടിനെ കിട്ടിയല്ലോ. മുട്ടക്കുട്ടിനെ കിട്ടിയല്ലോ. പാട് പാടട്ടെ. മുട്ടക്കുട്ടിനെ കിട്ടിയല്ലോ. മുട്ടക്കുട്ടിനെ കിട്ടിയല്ലോ. മുട്ടക്കുട്ടിനെ കിട്ടിയല്ലോ. അമ്മ മുട്ട താഴെയിട്ട് പൊട്ടിക്കില്ലേ? അമ്മ പൊട്ടിക്കത്തൊന്നുമില്ല. അമ്മ വണ്ടി ഇച്ചിരി പതുക്കെ ഓടിക്കുമ്പോൾ മുട്ട പൊട്ടും. ശരിയാ, എന്ത് സ്പീഡ് ഇത്? ആന്റി എന്നാ ആദ്യമായിട്ടാണ് തോന്നുന്നു ഓടിക്കുന്ന വണ്ടി. എന്റെ അമ്മയില്ലേ എപ്പോഴും വണ്ടി ഓടിക്കാറല്ലേ? ആദ്യമായിട്ടൊന്നും അല്ല, ഞാൻ രണ്ടാമത് ഇപ്പൊ ഓടിക്കുന്നത്. എന്നാ പിന്നെ മുട്ടയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. എനിക്ക് മുട്ട തരുമോ? എന്തൊന്നും പറഞ്ഞിട്ട് നിനക്കറിയാം മുട്ട? ഇങ്ങനത്തെ വാടി എനിക്ക് വേണ്ടിട്ട് ഞാൻ എടുത്തോണ്ട് വന്നതല്ലേ, പിന്നെ നിനക്കത് തരുന്നേ? കുട്ടിമാരോട് ഞാനെന്നാ മിണ്ടത്തില്ല എനിക്ക് മുട്ട തന്നില്ലെങ്കിൽ. അവിടെ മുട്ടയ്ക്ക് അടിയായെന്ന് തോന്നുന്നു. മാളൂട്ടിക്ക് കൊടുക്കടാ, നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇല്ലേ മാളൂട്ടി? നീ അവൾക്ക് മുട്ട കൊടുക്ക്. എന്താ അമ്മേ, ഞാൻ കൊടുക്കത്തില്ല. എനിക്കാണ് മുട്ട. ഞാൻ രാത്രി തന്നെ എടുത്തോണ്ട് പോവില്ല. പിന്നെ തരാൻ ഞാൻ അവിടെ ഇരിക്കും. അമ്മേ, ഡോക്ടർ നോക്കുന്നത് പോവമ്മേ. വീടെത്താറായി, നിങ്ങൾ പേടിക്കണ്ട. ഇവിടെ ആരും കാണുന്നില്ലല്ലോ. അമ്മേ, അമ്മമ്മേ, ഒരു സർപ്രൈസ് ഉണ്ട്. ഞാൻ അടുക്കള നിൽക്കുമായിരുന്നു. ചോറ് കഴിക്കാൻ തുടങ്ങുമായിരുന്നു. പുൾസ് നോക്കി തുടങ്ങും കണ്ടില്ല. അയ്യോ, ഞാൻ മുളിച്ചോടെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അയ്യോ, പൂച്ചേരം കയറി ഇനി തട്ടിയിട്ട് തിന്നു. എന്നാ പിന്നെ വേറെ പുൾസ് ഉണ്ടാക്കിത്താ. അമ്മേ, വേറെ പുളിച്ച ഉണ്ടാക്കാൻ വേണ്ടി ഇനിയിപ്പോ മുട്ട ഇരിപ്പില്ല. മുട്ട തീർന്നു പോയി. ഫസ്റ്റ് മീനാണെങ്കിൽ ഇപ്പൊ വാങ്ങിക്കാനും പറ്റത്തില്ല. കടലിൽ മറ്റേ ഇത് കണ്ടെയ്നർ മറിഞ്ഞോണ്ട് മീനും ഇല്ല, മുട്ടയില്ല. ഇനിയിപ്പോ എങ്ങനെ കഴിക്കുമല്ലോ? ഷോ, എനിക്ക് വയ്യ. ഈ പൂച്ചയുടെ ഒരു കാര്യം. അമ്മമ്മേ, അതൊക്കെ വിട്. ഒരു സർപ്രൈസ് ഉണ്ട്. വിശന്ന് കൊടന്ന് കയറി തന്നേ കഴിഞ്ഞു സർപ്രൈസ്. ഞാൻ പുൾസ ഉണ്ടോ പറഞ്ഞാ ഒന്നാമത് ചോറ് കഴിക്കാൻ വേണ്ടിട്ട് വന്നത്. അല്ലെങ്കിൽ വിശന്ന് നടക്കാനും കിടന്നേന്. ഓ അമ്മമ്മ, ഞങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കാവോ ദൈവത്തെ ഓർത്ത്. അമ്മമ്മ, ഞങ്ങൾ കൊടുത്ത സാധനം കണ്ടോ? എടുത്തിട്ട് വരട്ടെ അമ്മമ്മേ? എന്താ സാധനമാ? അമ്മമ്മ കണ്ടാ ഞെട്ടും. വാ, നമുക്ക് എടുക്കാൻ പോവാം. നിങ്ങളെല്ലാരും കൂടെ എവിടെ പോയതായിരുന്നു? ഞങ്ങളടുത്ത് കുഞ്ചാലും വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിട്ട് പോയതാ. പിള്ളേർ പറഞ്ഞ് വെറുതെ ബോറടിക്കുന്നു പറഞ്ഞ്. അവർക്കാണെങ്കിൽ ഇപ്പൊ ഇന്നെങ്കിൽ അവധിയല്ലേ. ഇന്നും നാളെയൊക്കെ അവധി ആയതുകൊണ്ട് പിന്നെ വെറുതെ പോവാന്ന് വിചാരിച്ചു ഞങ്ങള്. എന്നിട്ട് വെള്ളച്ചാട്ടം കണ്ടോ? വെള്ളച്ചാട്ടം കാണാൻ മാത്രമല്ല, അവിടെ നിന്ന് സംതിങ് സ്പെഷ്യൽ ആയിട്ട് സാധനം കിട്ടുകയും ചെയ്തു. മുട്ടയോ? എങ്ങനെയുണ്ട് അമ്മമ്മ ഞങ്ങളുടെ മുട്ട? യോ, ഇത് എവിടെ നിന്ന് കിട്ടി ഇത്ര വലിയ മുട്ട? ഇത് അവിടെ നിന്ന് കിട്ടിയതാ അമ്മേ. ഞങ്ങൾ വെള്ളച്ചാട്ടം കാണാൻ പോയതേ. അതിന്റെ അവിടെ ഇരുന്ന പാർക്കറ്റിന്റെ അടുത്ത് ഇടയ്ക്ക് ഇരിക്കുമായിരുന്നു. പിന്നെ ഈ കുട്ടുമ്പം കിടന്ന് കാര്യം എടുത്തോണ്ട് വരണം പറഞ്ഞ് അങ്ങനെ കൊണ്ടുവന്നതാ. എന്നാ പിന്നെ ഇനി പേടിക്കണ്ടല്ലോ. ഞാൻ ആ പടം വിശന്ന് തളർന്നിരിക്കുവായിരുന്നു. ഇതുകൊണ്ടൊക്കെ പുൾസ ഉണ്ടാക്കി. നമുക്ക് എല്ലാവർക്കും കൂടെ അപ്പൊ തികയുമല്ലോ ഇപ്പൊ പുൾസ. അയ്യോ, ഇതുകൊണ്ടൊക്കെ അമ്മയെ ഉൾസ ഉണ്ടാക്കുന്നത്. ഇത് എന്തിന്റെ നമുക്ക് അറിയത്തില്ലല്ലോ. ചിലപ്പോ വല്ല അനക്കൊണ്ടയുടെ എല്ലാം ആണെങ്കിൽ എന്ത് ചെയ്യും? അയ്യോ, അനാക്കൊണ്ടേ വരുമ്പോ എന്തെങ്കിലും ആയിക്കോട്ടെ. എന്റെ പൊന്നെ, എനിക്ക് വിശന്നിട്ട് വയ്യ. എന്തെങ്കിലും ഒരു മുട്ട കിട്ടിയാൽ മതി. എനിക്ക് പുൾസ ആക്കി കൊതി വന്നിട്ട് വയ്യ.
മുട്ടയിട്ട് പുളിസ ഉണ്ടാക്കാൻ പറയുന്നത് ഉദ്ദേശിച്ചേ ഇല്ല. എനിക്ക് വിശക്കുന്നത്. എടി ഞാനൊന്ന് പോവാട്ടോ, വീട്ടിൽ പോവാ, എല്ലാം കഴിക്കട്ടെ. അമ്മൂമ്മ വിശക്കുന്ന കാര്യം പറഞ്ഞപ്പോ ഞാൻ ഓർത്തത്. ഞാൻ എന്റെ വീട്ടിൽ പോവാന്നാ. ആ അമ്മണി മാളൂട്ടി എന്നാ പോയി കഴിച്ചിട്ട് വാ. ഓക്കേ ബൈ ബൈ. ബൈ കുട്ടുമോനെ. എടാ അമ്മൂമ്മ എടുത്ത് പുളിസ ഉണ്ടാക്കാൻ നോക്കിക്കോണേ. അതന്നെയല്ലേ ഞാൻ രാത്രി എന്തിനാ അടിച്ചു മരിക്കണ്ടോ? എനിക്ക് ഈ മുട്ട വേണം. ഞാൻ ഈ മുട്ട എടുത്ത് തന്നെ കാവലിരിക്കും. ആരും ഞാൻ എടുക്കാൻ സമ്മതിക്കത്തില്ല. ഓക്കേ അല്ലേ ബൈ ബൈ. അവനും അവന്റെ മുട്ട ബാക്കിയായല്ലോ. പിള്ളേർ ഇനി വന്ന് വല്ലതും കഴിക്കാൻ നോക്ക്. ആ ഉണക്കമീൻ ഇരിപ്പുണ്ടാമേ, അത് ഞാൻ വറുത്ത് തരട്ടെ. ഓ എന്നാലും എനിക്ക് മുൾസ അടി കൊതി സഹിക്കാൻ വയ്യാത്തത്. ഈ മുട്ടയിട്ടൊന്ന് മുൾസ ഉണ്ടാക്കി കിട്ടിയായിരുന്നേ കൊള്ളായിരുന്നു. അമ്മ കേട്ടല്ലോ, എന്നാ പിന്നെ വേഗം വാ, ഞാനാണെങ്കിൽ ഉണക്കമീൻ വറുത്ത് തരാം. എന്റെ ദൈവമേ, ഇതിന്റെ അടുത്തൊന്നും എങ്ങോട്ട് മാറില്ലേ? മാറിക്കഴിഞ്ഞാൽ ആരെങ്കിലും ഇത് അടിച്ചു മാറ്റും. ഒന്നുകിൽ മാളൂട്ടി അടിച്ചു മാറ്റും, അല്ലെങ്കിൽ അമ്മ വന്ന് ഗുൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് അടിച്ചു മാറ്റും. ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. എടാ കുട്ടുമോനെ, നീ കഴിക്കാൻ വാ. അവന് വീട്ടിൽ കൂടിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. മുട്ട എടുത്താൽ ഇരിപ്പാണല്ലോ. എടാ കുട്ടുമോനെ, നല്ല ടേസ്റ്റ് ആയിരുന്നല്ലോ ഉണക്കമീൻ വറുത്തതും കൂടെ ചേർത്ത് ചോറുണ്ടാനെ. വാ കഴിക്കാൻ വാ. ഇല്ല ഇല്ല, ഞാൻ വരുന്നില്ല. ഈ മുട്ട വിരിഞ്ഞ് കഴിഞ്ഞിട്ടേ ഞാൻ ഇവിടെ എഴുന്നേക്കത്തുള്ളൂ. ആഹാ അത് കൊള്ളാം. നീ ഇപ്പൊ കഴിക്കാതെ കുടിക്കാൻ ഇപ്പൊ 26 മണിക്കൂർ മുട്ട എടുത്ത് കയറി ഇരിക്കാനോ നീ മുട്ട വിടുന്നവരെ? ഇത് ഇപ്പോഴൊന്നും വിരിയത്തൊന്നുമില്ല. 1 മാസം എടുക്കും ഇത് വിരിയാൻ. നീ എത്ര നാൾ കഴിക്കാതിരിക്കും എന്റെ കൂടെ? 1 മാസം വരെ 2 മാസം വരെ ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. എനിക്ക് അമ്മൂമ്മയും മാളൂട്ടിയും പേടിയാ. അവർ രണ്ടുപേർക്ക് സംശയമുണ്ട്. അവർ രണ്ടുപേരും ഇത് മറ്റേ ഞാൻ അടിച്ചു മാറ്റും. അയ്യോ അമ്മേ, നമുക്ക് ഇത് പെട്ടെന്ന് ഈ വിരിയാനുള്ള എന്തെങ്കിലും വഴി ഉണ്ടാക്കിയല്ലോ. ആ ചേട്ടൻ വന്നു. ഇതെന്തോടി സാധനം ഇരിക്കുന്നേ? ഇതാണ് അച്ഛാ എന്റെ മുട്ട. ഇതെവിടുന്നാണ് ഇത്ര വലിയ മുട്ട? അച്ഛൻ ഞങ്ങൾ കുഞ്ചാലി വെള്ളച്ചാട്ടം കാണാൻ പോയപ്പോഴത്തേക്ക് അവിടുന്ന് കിട്ടിയ മുട്ട ഇത്. കുട്ടുവാൻ ഭയങ്കര കരച്ചിലായിരുന്നു. ഈ മുട്ട വേണമെന്ന് പറഞ്ഞിട്ട് ഇത് വിരിഞ്ഞ് കാണണം പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ എടുത്തോണ്ട് വന്നതാ. ചേട്ടാ അമ്മ പറഞ്ഞു ഈ മുട്ട ഇട്ട് പുളിസ് ഉണ്ടായി കൊടുക്കാൻ. ഇവനാണെങ്കിൽ വിരിയണമെന്ന് പറഞ്ഞിട്ട് കാത്തിരിക്കുക. അതുകൊള്ള പുൾസ ഉണ്ടാക്കി കൊടുക്കാൻ അമ്മ പറഞ്ഞു. നല്ല പരിപാടിയെ. ഇതെന്ത് മുട്ടയെന്ന് അറിയാൻ വയ്യാതെ എങ്ങനെ പുൾസ ഉണ്ടാക്കുന്നത് ഇതിട്ട്? പിന്നെ അപ്പുറത്തെ മാളൂട്ടി ഇല്ലേ, മാളൂട്ടി പറഞ്ഞു അവൾക്ക് വേണം ഈ മുട്ട, അവളെങ്കിൽ രാത്രി വന്ന് അടിച്ച് മാറ്റിക്കൊണ്ട് പോകുന്നൊക്കെ പറഞ്ഞു. അതിന് ഞാൻ കുട്ടുമ്പം കയറി എടുത്ത് അവസരിക്കുക. അവനൊന്നും കഴിച്ചില്ല, കുടിച്ചില്ല അച്ഛാ. ഇവിടെ കയറി ഇരിപ്പാ മുട്ടയുടെ ഈ കയറി. ഓനെ കുട്ടുമനെ എഴുന്നേറ്റ് പോയി കഴിച്ചേ. ഇല്ല അച്ഛാ, എനിക്ക് പേടി അച്ഛാ ഈ മുട്ട ഇവിടെ ഇട്ടിട്ട് പോവാന്. അമ്മ ഭയങ്കര പുളിസ് ഉണ്ടാക്കി തിന്നും, അല്ലെങ്കിൽ മാളൂട്ടി ഇത് അടിച്ചു മാറ്റും. അവിടെ ഞാൻ ഇവിടെ തന്നെ ഇരിക്കും ഈ മുട്ട വിരിയുന്നവരെ. അയ്യോ എന്തോ അടി നീ പറയുന്നത്? ചേട്ടാ ഇതാണെങ്കിൽ പെട്ടെന്ന് വിരിയാനുള്ള എന്തെങ്കിലും മാർഗം വല്ലതും ഉണ്ടോ? അയ്യോ ഈ മുട്ട എങ്ങനെ പെട്ടെന്ന് വിരിയും? ഇത്ര വലിയ മുട്ടയാകുമ്പോഴത്തേക്ക് ഏകദേശം 1 മാസം എടുക്കും. ആ ഞാനും തന്നെ ഏട്ടാ പറഞ്ഞത്, ഏകദേശം 1 മാസമെങ്കിലും വേണ്ടി വരും. ഇവൻ അത്ര നാൾ ഇവിടെ കഴിക്കാതെ കുടിക്കാതെ എന്റെ കയ്യിൽ കയറി ഇരിക്കുവോ? അതാണ് അച്ഛാ പറഞ്ഞ പെട്ടെന്ന് വിരിയാനുള്ള എന്തെങ്കിലും മാർഗം ഉണ്ടോന്ന്. മുട്ട പെട്ടെന്ന് വിരിയാൻ എൻ്റെ ഒരു സയന്റിസ്റ്റ് ഉണ്ട് കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ടാ. ആ പുള്ളിക്കാരനോട് ഞാൻ ചോദിച്ചു നോക്കായിരുന്നു. ഈ മുട്ടയും കൊണ്ട് എന്തായാലും പോവാന്നാ. ഞാൻ മുട്ട ഒന്നും എടുത്തില്ല. അച്ഛൻ തന്നെ പോയി ചോദിച്ചാൽ മതി. മുട്ട കൊണ്ടുപോയി മുട്ട പൊട്ടിപ്പോകും. കാറെ കൊണ്ടുപോയത് ഇങ്ങോട്ട് കൊണ്ടുവന്നതിന് ഭയങ്കര റിസ്ക് ആയിട്ടാണ് കൊണ്ടുവന്നത്. എന്നാ പിന്നെ വേണ്ട, ഞാനെന്നാ ഒറ്റയ്ക്ക് പോയി ചോദിച്ചിട്ട് വരാം. എടി ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരട്ടെ, നീ കഴിക്കാൻ എടുക്കുക കേട്ടോ. ആ ശരി ഏട്ടാ, ഞാൻ കഴിക്കാൻ എടുക്കാം. എടാ കുട്ടുപോലെ നിനക്ക് വാങ്ങിയുണ്ടെങ്കിൽ ഇട്ടോടാ. ഇത് പെട്ടെന്ന് വിരിയാനുള്ള എന്തെങ്കിലും മാർഗം. സയന്റിസ്റ്റിനെ കാണാൻ പോയില്ലേ അച്ഛൻ? എനിക്ക് എങ്ങനെങ്കിലും ഇതൊന്ന് വിരിഞ്ഞ് കിട്ടിയാൽ മതിയായിരുന്നു. ഹായ്, ഇതൊക്കെ രണ്ടുപേരും വീണ്ടും വന്നോ? നിങ്ങൾ കഴിച്ചോ ആഹാരം? എന്റെ അമ്മ എനിക്ക് സാൻഡ്വിച്ച് തന്നു. ഞാൻ അത് പെട്ടെന്ന് കഴിച്ചു. ഞാൻ പിന്നെ ചിക്കൻ കറി കൂട്ടി ചോറ് കഴിച്ചു. പെട്ടെന്ന് വെട്ടി വിരിഞ്ഞു പോന്നു. അല്ല നിങ്ങളൊക്കെ പെട്ടെന്ന് ഓടി പോകുന്നത് എന്താ കാര്യം? എന്തോടെ അത് മുട്ട. മുട്ട ഇവിടെ ഇരിക്കും. നിങ്ങണ്ടാ? എനിക്കൊന്നുമില്ല. മാളൂട്ടി എന്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു നമുക്ക് ചേച്ചി മുട്ട കാണാൻ പോകുമ്പോൾ എന്നെ കൂടെ വിളിച്ചോണ്ട് വന്ന അവള്. ഓഹോ, അപ്പൊ നിങ്ങളൊക്കെ കാരണം കുട്ടുവൻ ഇവിടെ കഴിക്കാതെ കുടിക്കാതൊക്കെ ഇരിക്കുന്നല്ലേ? എടി ഞങ്ങൾ അച്ഛനാണെങ്കിൽ പെട്ടെന്ന് മുട്ട വിരിയാനുള്ള മാർഗം തേടി പോവാടി. ഒരു സയന്റിസ്റ്റിനെ കാണാൻ പോവാ. വിജയിക്കുമോന്ന് അറിയത്തില്ല. പുള്ളിക്കാരനെ ഞാൻ പോയി കണ്ടു നോക്കട്ടെ. എനിക്കറിയത്തില്ല കേട്ടോ. അതുള്ള ഐഡിയ. പെട്ടെന്ന് മുട്ട വിരിയാന്ന് നമുക്ക് കാണാറുന്നല്ലോ എന്ന് ഇതിനകത്തുള്ളതെന്ന്. ഞാൻ പോയെന്ന സയന്റിസ്റ്റിനെ കണ്ടിട്ട് വരട്ടെ. പുള്ളിക്കാരൻ എൻ്റെ ഫ്രണ്ടാ. ഓക്കെ ബൈ, ഞാൻ പോയിട്ട് വരട്ടെ കേട്ടോ. രണ്ടുപേരും കൂടെ മുട്ടയെന്ന് എടുത്തോണ്ട് പോയി കളയല്ലേ? ഇല്ല അങ്ങളെ, എനിക്ക് മുട്ട വേണമെന്നില്ല. ഈ മാളൂട്ടിക്കാ മുട്ട വേണം പറഞ്ഞിട്ട് കറിയുന്നേ. എന്നാ ശരി, എന്നാ അങ്കിള് പോവാ. 1 is equal to -1 to 1. ഹലോ റീബക്. ആഹാ ഇതാരും മധുവോ? നിന്നെ ഇങ്ങോട്ടൊന്നും കാണാറില്ലല്ലോ. ഓ നമ്മൾ പാവം പോലീസ്. അതുപോലാണോ നീ വലിയ സയന്റിസ്റ്റ്? ഇരിക്ക്, നീ വന്ന കാര്യം പറ. എന്താ? ഞാനിപ്പോ ഒരു അത്യാവശ്യ കാര്യമായിട്ടാ വന്നത്. എന്താ പറഞ്ഞോളൂ.